ഹായ് മച്ചാന്മാരെ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിൽ നിങ്ങൾക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ കയ്യിലൊക്കെ ഒരു കിറ്റൊക്കെ അല്ലേ? അത് ഞാൻ പിന്നീട് പറയാം. അപ്പം ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ്. കുക്കിംഗ് എന്ന് പറയാൻ ചെറിയൊരു കുക്കിങ്ങും അല്ല, വേറെ ഒന്നുമല്ല, നമ്മളൊരു ചെറിയ ഒരു രീതിയിലുള്ളൊരു പാചക വീഡിയോ ആണ്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ആദ്യമായിട്ട് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതിനുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക്, ഷെയർ, കമൻസ് ഒക്കെ ഒന്ന് ഇട്ടേക്കണം. അപ്പോൾ നമ്മൾ ഇനി അടുത്ത പാചക വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ കയ്യിൽ കപ്പയാണ് ഇരിക്കുന്നത്, കപ്പ. അപ്പം നമ്മൾ 1 കിലോ കപ്പ മേടിച്ചിട്ടാണ് ഒരു 2-3 ഇതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, 2-3 കപ്പ. അപ്പം വീഡിയോയുടെ രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യ കാലഘട്ടങ്ങളിൽ ആൾക്കാർ കപ്പ ചുട്ടാണ് കഴിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ആ രീതിയിലേക്കൊന്ന് ഇന്ന് ചുട്ടൊന്ന് കപ്പ ഒന്ന് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ചുമ്മാ ഒരു ചെറിയൊരു വീഡിയോ, അത്രയേ ഉള്ളൂ, വലിയ വീഡിയോ ഒന്നുമല്ല. അപ്പോൾ അതിനു വേണ്ടി ആദ്യം നമ്മൾ കുക്കിംഗ് ചെയ്ത് ചെറിയൊരു കല്ലൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കുക്ക് ചെയ്ത് ഇതാക്കാൻ വേണ്ടി പോവാണ്. അപ്പം കുറച്ച് നമുക്ക് ഇപ്പോൾ ഇന്നലെ മഴയായിരുന്നു. അപ്പം വീഡിയോ ഇപ്പോൾ എടുത്തപ്പോൾ ഒരു 10-11-12 മണി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് നമ്മുടെ ഈ കരിയില കുറച്ച് അതും എടുത്തിട്ട് കുറച്ച് വിറകൂടെ ശേഖരിക്കണം. എന്നിട്ടാണ് നമ്മൾ കുക്കിംഗ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പേപ്പറോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ആദ്യ കാലഘട്ടത്തിലോട്ടൊന്ന് പോയി നമുക്ക് ഈ കപ്പയുടെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാം. അപ്പം മച്ചന്മാരെ, നമുക്ക് ആദ്യം ഈ കല്ലൊക്കെ ഒന്ന് റെഡിയാക്കി ഒന്ന് സെറ്റപ്പ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇവിടോട്ട് നമ്മൾ കുറച്ച് കരിയിലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മണ്ടക്കൂടെ കുറേ വിറകൊക്കെ ഇട്ടിട്ടാണ് നമ്മളൊന്ന് സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെറിയൊരു കുക്കിംഗ് ഒക്കെ ചുമ്മാ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ചെറിയൊരു കുക്കിംഗ് എടുക്കും. അപ്പം നമ്മൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് കരിയില ശേഖരിക്കും, പിന്നെ കുറച്ച് വിറക് ശേഖരിച്ച് കൊണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പോകും. വട്ടയുടെ കുറച്ച് കരിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ചുള്ളിൽ നിന്ന് യാതൊരു ഇതുപോലെ ചുള്ളിലാണ്. നമ്മുടെ ഈ കാടേരിയൊക്കെ ആയതുകൊണ്ട് മച്ചവരെ നമ്മളങ്ങനെ തീ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ അറിയോ, ഇന്നലെ ഭയങ്കര മഴയായിരുന്നു. മഴ സമയത്തുണ്ടല്ലോ ഇവിടെ ഇതെല്ലാം കത്തിക്ക് നമുക്ക് ഈ വിറകൊന്ന് ചൂട് പിടിച്ച് കിട്ടണം. അപ്പം നമ്മൾ അതിന് വേണ്ടി കുറേ വിറക് എടുത്തുകൊണ്ട് വന്നിട്ട് കത്തിക്കുക. മച്ചമാരെ, അന്നേരം ഉണ്ടല്ലോ നമ്മുടെ ഈ വിറക് കത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ഇപ്പം കപ്പ വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്കോട്ട് വിറക് വെച്ച് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ കപ്പ ഇങ്ങനെ അടുക്കി വെച്ച് വെക്കാൻ പോകണം കേട്ടോ. ഭയങ്കര ചൂടാണ്. അപ്പോൾ നമ്മൾ കനലിനകത്ത് ഒന്ന് പ്ലാസ്റ്റിക് നമ്മൾ മാറ്റി വെക്കുകയാണ്. അപ്പോൾ കുറച്ച് വിറകൂടെ അതിന് മണ്ടയ്ക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഒന്ന് കത്തി ഒന്ന് ലെവൽ ചെയ്യണം. അപ്പം നമ്മളെ കപ്പയൊന്ന് റെഡിയാവണം. റെഡിയായാലേ ഏകദേശം ഒരു 1/4 മണിക്കൂർ എടുക്കും അല്ലേ അച്ചു? ഏകദേശം ഒരു 1/4 മണിക്കൂർ എടുക്കും. അന്നൊന്ന് വെന്ത് ചിലപ്പോൾ നമ്മുടെ ഈ കൂണൊക്കെ മുളയ്ക്കത്തില്ലേ, അതുപോലൊന്ന് ഒന്ന് വിടരും. പക്ഷേ നമ്മുടെയൊക്കെ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് അതുപോലെ നമ്മൾ ഈ കപ്പയൊക്കെ ഉണ്ടല്ലോ, ആൾക്കാർ ഇതുപോലെ ഇങ്ങനെ ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തിട്ട് കനലിനകത്തിട്ട് ചുട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെയാണ്. ഞാനൊരു പ്രാവശ്യം ഒന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അത് നിങ്ങളുടെ മുമ്പിലൊന്ന് നമ്മളൊന്ന് വീഡിയോക്കകത്തോട്ടൊന്ന് കാണിക്കാമെന്ന് വെച്ച്. അപ്പോൾ അങ്ങനെ പോയി നമ്മൾ കപ്പയപ്പം ഒരു റെഡി ആയിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ചുട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ തീക്കകത്തോട്ട് വീണിട്ടേ നമ്മൾ കത്തി വരുന്നുണ്ട്. അപ്പം പുകയും വേണം, തീയും വേണം.
എങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. വെന്ത് ഏകദേശം ഒരു ഏതാണ്ടൊരു വല്ലാത്ത രീതിയിൽ എന്നുവെച്ചാൽ നല്ല സ്പോഞ്ച് പോലെ ആകുന്നുണ്ട് കേട്ടോ. അടിപൊളി. ഒന്ന് റെഡിയായിട്ട് പറയും ഏറ്റവും സെറ്റാകാനുണ്ട്. ചമാരെ, നമ്മുടെ കപ്പ അത് ചുട്ടത് നല്ല പാകമായിരിക്കുകയാണ്. നമുക്ക് നൈസായിട്ട് എടുത്തിട്ട് ഒരു വാഴയിലൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്, അതിനകത്ത് വെക്കാം. ഈ പുളി എന്ന് പറഞ്ഞാൽ ചമര അടിപൊളി സൂപ്പർ. അപ്പോൾ നമ്മളിങ്ങനെ അതെടുത്തിട്ട് നിർത്തിട്ട് അവിടെ അപ്പം നമ്മളിത് കണ്ടറിയും കണ്ടോ, ഈ തുലിയൊക്കെ മാറി വെന്ത് നല്ല പരുവമായിട്ട് കിടക്കാനാണ് കപ്പ. അപ്പം മച്ചന്മാരെ ഇത് കണ്ടോ, നമ്മുടെ കപ്പ വെന്തിട്ട് ആവി പറക്കും കണ്ടോ, സെറ്റപ്പല്ലേ കണ്ടോ. നിങ്ങൾ നോക്കിക്കേ. അപ്പം ഞാനിത് ചുമ്മാ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആ അടിപൊളി. എന്ന് വെച്ചാൽ നമ്മൾ ഈ കപ്പ പുഴുങ്ങത്തില്ല, പുഴുങ്ങിയിട്ട് എടുത്തു കഴിയുമ്പോൾ ടേസ്റ്റ് അതുപോലെ കണ്ടോ. വെന്താലേ നിങ്ങൾ നോക്കിയാണ്ടോ, ആവി ഇറക്കുന്നുണ്ടോ, ഉണ്ടോ സൂപ്പർ ആവി കണ്ടോ, അടിപൊളി കണ്ടോ. ഇത് കഴിക്കാം നമുക്ക്. ഈ തൊലി ഉണ്ടല്ലോ ഇളകി പോകുന്നുണ്ട്, നമ്മളെ കയ്യിൽ ചൂടുണ്ട്, സാധനം ചൂടാണ്. എന്നിട്ട് ഇത് കണ്ടോ തൊലി അന്നേരം ഇളകി വരും. എന്നിട്ട് നമ്മൾ നൈസായിട്ട് സൂപ്പർ. നമ്മുടെ അച്ചുണ്ട്. അപ്പം അച്ചു എങ്ങനെയുണ്ടെന്ന് നോക്കി ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ചൂടുണ്ട് കേട്ടോ, ആ ചൂടോടെ കഴിക്കാനാണ് രസം. അടിപൊളിയല്ലേ, സൂപ്പറല്ലേ. അപ്പം മച്ചാമാരെ, മിസ് ശക്തിസ് എന്ന് പറഞ്ഞ നാരങ്ങ പിക്കിള് നല്ല അടിപൊളി പിക്കിളാണ് കേട്ടോ, നല്ല സൂപ്പർ കണ്ടോ. അവരുടെ തന്നെ മാങ്ങാച്ചാറുണ്ട് കേട്ടോ, 5 രൂപയുള്ളൂ, അടിപൊളി. അപ്പം നമ്മൾ ഇതില്ലാതെ എങ്ങനെയാണ് നമ്മൾ കപ്പ കഴിക്കുന്നത്? അപ്പം എന്തെങ്കിലും ഒന്ന് വേണ്ടായോ. അപ്പം ഞാൻ അതിന് ഇത് മേടിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ഇടുക, മാങ്ങാച്ചാർ ഇടുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തോട്ട് നാരങ്ങ അച്ചാറോട് ഇങ്ങനെ അങ്ങോട്ട് ഞെക്കി അങ്ങോട്ട് ഇടുന്നു. സൂപ്പർ അച്ചാറാണ് കേട്ടോ, കൊള്ളാം. നമ്മളിട്ടിട്ട് ജഗ എന്നിട്ട് നമ്മൾ ഇതേന്ന് ഒരു കഷ്ണം ഇങ്ങോട്ട് എടുത്തിട്ട് നമ്മളതിൻ്റെ ടേസ്റ്റ് ഇപ്പം പറയാം. ഇപ്പം അതാരും നമ്മൾ തൊലി പൊളിക്കാൻ പോകണം കേട്ടോ. അതുപോലെ എടുത്തിട്ട് നമ്മൾ ഈ തൊലി ഇങ്ങനെ നൈസായിട്ട് ഇളകി പോകും. നമ്മൾ കുറച്ചെടുത്തിട്ട് ഇതിലോട്ടൊന്നും എടുത്തിട്ട് വേണ്ടേ ഇങ്ങനെ എടുത്തിട്ട് അടിപൊളി. അതുപോലെ നമ്മൾ നൈസായിട്ടും ഒരു കഷ്ണം കൂടെ അങ്ങോട്ട് എടുക്കും കേട്ടോ. ഒരു കഷ്ണം എടുത്തിട്ട് കുറച്ച് മുമ്പ് നമ്മൾ നാരങ്ങാച്ചാറല്ലായിരുന്നു, മാങ്ങാച്ചാറെ കൂടെ ഒന്ന് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് സൂപ്പർ ഇടും. അപ്പം മച്ചന്മാരെ നല്ല കിടിലോ എന്ന് പറഞ്ഞാൽ കിടിലോ, അടിപൊളി കപ്പ തീക്കനിലിട്ട് ചുട്ടെടുത്തിട്ട് ഞങ്ങൾ കഴിച്ചു കേട്ടോ. അച്ചാർ കൂട്ടി നല്ല സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. മാങ്ങാച്ചാറുണ്ടായിരുന്നു, നാരങ്ങാച്ചാറുണ്ടായിരുന്നു, രണ്ടും കൂടെ കൂട്ടി കിടിലുമായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്താ പറയുക, നല്ല രുചിയാണ് കേട്ടോ, ഒന്നും പറയാൻ വയ്യ. ഇപ്പോൾ സമയം 1:15 ആ സമയത്ത് കഴിച്ചുകൊണ്ടതൊന്നും അടിപൊളി വിശപ്പൊക്കെ ഒന്ന് അണങ്ങി കിടിലുമായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് ഒന്ന് സബ് ചെയ്തേക്കണം കേട്ടോ. അപ്പം നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.